ബസ് കാത്ത് നിൽക്കുന്ന സ്ഥലമാണോ? ബസ് കാത്ത് നിൽക്കുന്ന സ്ഥലമാണോ അത്? പാലിറക്കാനായിട്ടില്ല. അല്ല, ഞാനത് പെട്ടെന്ന് ബസ് കാത്തിക്കാൻ വേണ്ടി വെച്ചാണ്. നമ്മളെ പേര് വൈഗ. വൈഗ. അനിയത്തിക്കുട്ടിന്റെ പേരെന്നാ? കൂടുതൽ. എത്ര വർഷം പോയാല്? 13 വർഷം അടുപ്പിച്ചായി തന്നെ മടങ്ങി പോയിരിക്കണം. എന്തായാലും നമുക്ക് വീഡിയോയിലൊന്ന് പരസ്യം ചെയ്യാം, അവർക്കൊരു സന്തോഷം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ പെട്ടിട്ടുള്ള മാടക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഞാൻ നിൽക്കുന്നത്. മെയിൻ റോഡിലും മാടക്കര ഒരു ചെറിയ അങ്ങാടിയൊക്കെ ഉണ്ട്, അതിൻ്റെ പരിസരത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി, നമ്മളിന്ന് ഈ മാടക്കരന്ന് ഉൾഭാഗത്തേക്ക് പോയിട്ട് കൊച്ചു കൊച്ചു ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ ആ പോക്കറ്റ് കൊണ്ട് കയറി അങ്ങനെ പോകും. വഴിയുള്ള ഗ്രാമങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് അങ്ങനെ പോവാം, ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം. ഈ റോഡ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ചുള്ളിയോട് പോകുന്ന റോഡാണ്. ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല വീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് അപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വീതിയുണ്ട്. ഇവിടുത്തെ മസ്ജിദാണെന്ന് തോന്നുന്നു, ജുമാ മസ്ജിദ്. പിന്നെ ജുമാ മസ്ജിദിൻ്റെ തൊട്ട് പരിസരത്തായിട്ട് വില്ലേജ് ഓഫീസും കൂടെ കാണാം. മാടക്കര നെന്മേനി വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇന്ന് ഞാൻ ഇറങ്ങിയ ദിവസമാണ്, നല്ല മഴയാണ്. അപ്പോൾ മഴ വയനാടൊക്കെ അടിച്ച് പിടിച്ചിരിക്കുകയാണ്, നല്ല പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ റെഡ് അലർട്ടും യെല്ലോ അലർട്ടൊക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. ഞാനിന്ന് ഇറങ്ങിയ ദിവസമാണ്, നല്ല മഴയാണ്, എങ്ങോട്ടൊക്കെ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇവിടുന്ന് അപ്പുറത്തും ഇവിടുന്ന് ഇങ്ങനെ ഈ മാടക്കര ടൗണിൽ നിന്നിട്ട് സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയ മലനിരകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ അത് കാണാൻ പറ്റുന്നില്ല, കാരണം എല്ലാം മഞ്ഞ് മൂടിയിരിക്കുകയാണ്. മഴ പെയ്തിട്ട് കറുത്തിരുണ്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഈ മുമ്പോട്ട് കാണുന്ന സ്ഥലങ്ങളാണ് മാടക്കര ടൗൺ എന്ന് പറഞ്ഞത്. അത്യാവശ്യം ചെറിയൊരു അങ്ങാടിയാണ്. ഇവിടെയൊക്കെ ഒരുപാട് കർഷകരുള്ള സ്ഥലമാണ്. ട്രാക്ടറൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. മാടക്കര അങ്ങാടീൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇങ്ങോട്ട്, ഈ മുമ്പോട്ട്. ഇവിടുന്ന് പോക്കറ്റ് റോഡൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഒരു പ്രൈവറ്റ് ബസ് പോകാൻ ഒരു വഴിയിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. ആ വഴിക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗ്രാമക്കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നമ്മളവിടുന്ന് നമ്പിക്കൊല്ലി റോഡിന് കുറച്ചകത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട്. അതായത് വലിയവട്ടം ഭഗവതി ഭദ്രകാളി ക്ഷേത്രം എന്നൊരു ക്ഷേത്രം. എന്ന സ്ഥലത്ത് വന്ന സമയത്ത് അവിടെ ഇതുപോലത്തെ ആരാധനാലയങ്ങളും മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല. സ്കൂളുകളോ മറ്റൊന്നും അങ്ങനത്തെ ഒന്നുമില്ല. അതെല്ലാം നെന്മേനി പഞ്ചായത്തിൽ നിന്ന് മാടക്കര നിന്നൊരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പല ഭാഗത്തേക്കായിട്ട് പോയിട്ടേ ഉള്ളൂ. മാടക്കര ചെറിയ അങ്ങാടിൻ്റെ ഭാഗത്ത് ഒന്നുമില്ല. പിന്നെ അവിടെ ഒരു ജുമാ മസ്ജിദ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു ക്ഷേത്രമാണ് അവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത്. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുത്തെ പാടശേഖരമാണ്. അവിടെ ഒരുപാട് ഏരിയ ഇതുപോലെ നെൽപ്പാടങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ വീടുകളും ഒക്കെ ഉണ്ട്. ഈ പാടങ്ങൾക്ക് നടുവിലൂടെയാണ് ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെറിയൊരു ബസ് വെയിറ്റിംഗ് ഷെഡുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇതിലൂടെ ബസ് വരും, പ്രൈവറ്റ് ബസ് വരും, KSRTC ബസ് വരും. അതൊക്കെ ഇതിലൂടെ സർവീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പാടങ്ങളൊക്കെ വെള്ളം കയറി നിൽക്കുന്ന പോലെ നമുക്ക് കാണാം. അവിടെ ഒരു ചെറിയൊരു പുഴയുണ്ട്. ആ പുഴയൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് ചേട്ടന്മാരുണ്ടോ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു, അതെ ബസ് വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറും ഇവിടെയൊക്കെ സ്ഥലമാണ്. ഇത് ബസ് കാത്തിക്കുന്ന സ്ഥലമാണോ? ബസ് കാത്ത് നിൽക്കുന്ന സ്ഥലമാണോ അത്? പാലിറക്കാനായിട്ടില്ല. അല്ല, ഞാനത് പെട്ടെന്ന് ബസ് കാത്തിക്കാൻ വേണ്ടി വെച്ചാണ്. ബസ് നിൽക്കില്ലേ? ഇതെന്താ ഇവിടെ ഒരു സിമെന്റ് കെട്ട് ഇതിൻ്റെ അകത്ത്? ഇത് ഓ, പാലളക്കുന്ന മെഷീൻ വെക്കാൻ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ പാല് കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവർ കർഷകരാണ്. ഇവർ പാലൊക്കെ എടുത്ത് വന്നിങ്ങനെ, നിങ്ങൾ വണ്ടി കാത്തു നിൽക്കായിരിക്കും അല്ലേ? പാലുകാരനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടന്മാർ പാലുകാരനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഈ മഴയത്ത് ഇങ്ങനെ തണുപ്പ് പിടിച്ച് അവരിങ്ങനെ നിൽക്കുകയാണ്.
അപ്പോൾ പാലിളക്കുന്ന മെഷീനൊക്കെ വെക്കാൻ വേണ്ടി ഒരു സിമെൻറ്റിൻ്റെ തിണ്ടൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ബസ് പോകുന്നുണ്ടോ? ബസ് പോകും. നിങ്ങൾ ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? വീട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അല്ലേ? കൃഷിപ്പണി ആയിരിക്കും അല്ലേ? കൃഷിപ്പണിയുണ്ട്, പശുവുണ്ട്. ഓക്കെ. ശരി. കാരൻ വന്നിട്ടുണ്ട്, ഇനിയോട് പാൽ കൊടുക്കും. നമ്മളവിടുന്ന് വന്ന് തവനി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ വണ്ടി നിർത്തി. നല്ല മഴയായിരുന്നു. ഇപ്പോൾ കുറച്ച് മഴ കുറഞ്ഞു. ഇത് ചെറിയൊരു അവിടുന്ന് നമ്മളെ പാടത്തുനിന്ന് നമ്മൾ ഒരു കയറ്റം കയറി വന്നപ്പോഴാണ് ഈ സ്ഥലത്തെത്തിയത്. ഇവിടെ ചെറിയൊരു ബസ് വെയിറ്റിംഗ് ഷെഡ് വേണ്ടില്ലേ. ഞാനിവിടെ വന്ന് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്കൂളൊക്കെ ഉണ്ട്. ഒരു LP സ്കൂളുണ്ട്. പിന്നെ ഒരു ലൈബ്രറി, എന്താണ് അഞ്ജലി ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബോ ആണ്, തവനി, താഴത്തൂർ PO. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ ഒരു വോളിബോൾ ട്രാക്ക് ഉണ്ട്. പിന്നെ റോഡ്, അതിൻ്റെ പരിസരത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് തവനി. ഈ ഗ്രാമത്തിന് ഇതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അറിയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഉച്ച സമയമാണ്, നല്ല മഴ വേറെ, ആരെയും പുറത്തൊന്നും കാണാനില്ല. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇടയ്ക്കിടയ്ക്ക് ഓരോ ബസ് വരും. ബസ്സിൽ നിന്ന് ആരെങ്കിലും ഒരാളോ രണ്ടാളോ ഇറങ്ങാനുണ്ടാവും. അവർ ഇറങ്ങി അങ്ങ് പോവും. ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വിശ്രമിച്ചിട്ടേ ഇനി പോകുന്നുള്ളൂ. മഴ കുറച്ച് സ്ലോ ആട്ടെ. മഴ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. കുറച്ച് കുറഞ്ഞതിൻ്റെ ശേഷം പോകുള്ളൂ. നമുക്ക് ഇവിടെ ഒരുപാട് ഏരിയകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ. പക്ഷെ നമുക്ക് മഴ ഒരു വൈബ് ആണെങ്കിലും നമുക്ക് വീഡിയോ പിടിക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. തവനി എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറെ അങ്ങാടികളോ മറ്റോ കടകളോ ഒന്നും കാണാൻ സാധ്യതയില്ല, കാണുന്നില്ല ഇവിടെ. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇത് സ്കൂള് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും സ്കൂളിൻ്റെ പരിസരമൊക്കെ ആയിട്ടായിരിക്കും കടകളൊക്കെ ഉണ്ടാവേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷേ നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ബസ് വെയിറ്റിംഗ് ഷെഡ്. വലിയ അവകാശവാദങ്ങളും ബോർഡുകളൊന്നുമില്ല. സ്മാരകം അല്ലെങ്കിൽ ഇവർ നിർമ്മിച്ച അങ്ങനത്തെ ബോർഡുകളൊന്നും കാണുന്നില്ല. പക്ഷെ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഇരിപ്പിടമുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ അപ്പുറത്തൊരു ഷെഡുണ്ട്. ഇത് നമ്മൾ മുമ്പ് അവിടെ കണ്ട പോലത്തെ പാലളക്കുന്ന ഒരു ഷെഡാണ്. ഇവിടെയൊക്കെ അധികം ക്ഷീരകർഷകരുള്ളൊരു സ്ഥലമാണ്. ഇവിടെ കേരള മിൽമയ്ക്ക് ബദലായിട്ട് വയനാട് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് വയനാടിൻ്റെ മാത്രമായിട്ടുള്ളൊരു മിൽക്ക് സൊസൈറ്റി ഉണ്ട്. അത് ഈ റോഡിലൂടെ കുറച്ച് ദൂരം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്പികൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് വയനാട് മിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. അങ്ങോട്ടേക്കാണ് ഇവിടുന്ന് എല്ലാ മിൽക്കുകളൊക്കെ പോകുന്നത്. മാത്രമുണ്ട്, അത് കയറ് പൊട്ടിപ്പോയിരിക്കുകയാണ്. ആരോ SSLC പാസ്സായ ഒരു കുട്ടീൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഇതാണ്. അത് മടങ്ങിപ്പോയിരിക്കണം. എന്തായാലും നമുക്കത് വീഡിയോയിലൊന്ന് പരസ്യം ചെയ്യാം. അവർക്കൊരു സന്തോഷമാവട്ടെ അല്ലേ. അപ്പോൾ ആദി കൃഷ്ണ എന്താണ് നന്മ സ്വാതന്ത്ര്യം സംഘത്തിൻ്റെ അഭിനന്ദനങ്ങൾ. A+ നേടിയിട്ടുണ്ട് 2025 അധ്യയന വർഷം. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. അപ്പോൾ ആശംസകൾ അറിയിക്കുന്നു. ഇതുകൊണ്ടൊന്ന് പറഞ്ഞു പോയി. പക്ഷേ ഇത് കെട്ടിവെക്കാൻ കയറ് ചെറുതാണ്. മഴയില്ലായിരുന്നു ഞാൻ കെട്ടിവെച്ചേനെ. ബസ് വന്നു.
തവനിയിൽ ആരും ഇറങ്ങാനും ഇല്ല കയറാനും ഇല്ല. തവനി എന്ന് പറഞ്ഞ സ്ഥലത്ത് കടയില്ലാതെ അല്ല കേട്ടോ, കടയൊക്കെ ഉണ്ട്. അതിന് നമ്മൾ നിന്നിൻ്റെ കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ ചെറിയ കടയൊക്കെ ഉണ്ട്. ഒരു ചേച്ചി കടയിലിരിക്കുന്നുണ്ട്, വീടിനോട് തൊട്ടടുത്തുള്ളൊരു കട. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വേറെയും 1-2 കടകളുണ്ട്. പോരാത്തിനോടൊരു ചെറിയ അങ്കണവാടി ഉണ്ട്. ഇവിടെ ഒരു അങ്കണവാടി ഉണ്ട് അല്ലേ, ചെറിയൊരു അങ്കണവാടി. ഇവിടെ വീണ്ടും ഒരു കടയുണ്ട്, പലചരക്ക് പച്ചക്കറികൾ പിന്നെ ചായ അടക്കമുള്ള ചെറിയൊരു കട ഇവിടെയുണ്ട്. അവിടെ നിന്നൊരല്പം കൂടെ മുകളിലേക്ക് വന്നപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഒരു അടിപൊളി ക്ഷേത്രമൊക്കെ ഉണ്ട് കണ്ടില്ലേ. ഇതാണ് തവനിയിലുള്ള ക്ഷേത്രം, അതായത് തവനി ശ്രീ മന്മഥൻ ക്ഷേത്രം. അതാണ് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഒരു ഓഡിറ്റോറിയം, അതിൻ്റെ മൈക്ക് സെറ്റും ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലൊക്കെ ഈ ഭാഗത്തുള്ളത്. ഒരു നിഴൽമാരൊക്കെ ഉണ്ട്, അതിൻ്റെ അടിയിലൊരു ആർച്ച് പോലെ ഒരു ഇരിപ്പിടമൊക്കെ മുളയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തവനി എന്ന ഗ്രാമത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ ഭാഗത്തേക്കൊക്കെ വീടുകളാണ് ഉണ്ടല്ലേ. തവനിയിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരം മുമ്പോട്ട് വന്നപ്പോൾ അടുത്തൊരു വില്ലേജിലേക്ക് എത്തി. ഇതും നെന്മേനി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട മറ്റൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ചെറുമാട് എന്നാണ്. ചെറുമാട്. ഇവിടെ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡും ഒരു 3 കൂടിയ റോഡും ഒക്കെ ഉണ്ട്. ഇവിടെയും അതേ സൊസൈറ്റിയിലേക്ക് പാൽ കൊടുക്കുന്ന കർഷകരെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലൊരു വളവ് മാത്രമേ, ഒരു കടയുണ്ട് അല്ലേ, അതിലൊരു കട മാത്രമുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു LP സ്കൂളുണ്ട്. ഗവൺമെൻറ് LP സ്കൂൾ ചെറുമാട്, നെന്മേനി ഗ്രാമപഞ്ചായത്ത്. സ്കൂൾ കെട്ടിടങ്ങളാണ്. സ്കൂളൊക്കെ ഭയങ്കര ഡെക്കറേഷൻ വർക്കുകളും ഒക്കെ കുറേ ആർട്ടൊക്കെ ഉണ്ട്. ഇത് ചെറുമാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ ചെറിയ LP സ്കൂളാണ്. 4ാം ക്ലാസ് വരെ ഉള്ളൂ. ഇപ്പോൾ അവധി സമയമാണെങ്കിലും ഇവിടെ ഇപ്പോൾ അവിടുത്തെ പിയൂണും ഒരു ടീച്ചറും കൂടെ പല ഡ്യൂട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ആ സ്കൂളിൻ്റെ ചുറ്റുഭാഗത്ത് കണ്ടില്ലേ, ഇവിടെ ഒരുപാട് ആർട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ സാറും പിന്നെ നാട്ടുകാരെല്ലാം കൂടെ സഹകരിച്ചിട്ട് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്. പുറകിലേക്ക് കണ്ടില്ലേ നല്ലൊരു ഓഡിറ്റോറിയം, ഒരു സ്പേസ്, അപ്പുറത്തേക്ക് ഇതിൻ്റെ ചെറിയ അനുബന്ധ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഇത് ക്ലാസ് മുറികളൊക്കെയാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഗ്രാമവാസികളുടെ ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ അധ്യാപകരുടെയൊക്കെ ഒരു ഇൻട്രസ്റ്റ്, അവരൊരു താല്പര്യം നമുക്ക് ഇവിടുത്തെ ഒന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ അത്രത്തോളം ഇതിനെ ആത്മാർത്ഥമായിട്ട് പരിപാലിച്ച് പോരുന്നുണ്ടെന്നുള്ളത്. കാരണം ഇതിൻ്റെ ഇവിടെ ഒരു വേലിക്കെട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പാറക്കെട്ടുകളാണ്. അപ്പോൾ പാറക്കെട്ടുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതിൽ ഈ ഡിനോസർ അങ്ങനെയുള്ള മാനുകൾ അതൊക്കെ ആയിട്ട് ഉള്ള കുറേ ശില്പങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊരു വില്ലേജിൽ ഇങ്ങനെയൊക്കെ ഒരു മാതൃകാപരമായിട്ട് ചെയ്തിരിക്കുന്നതിന് ഇവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള നാട്ടുകാർക്കും ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആരാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനൊക്കെ നമ്മൾ എന്തായാലും അഭിനന്ദിച്ചേ മതിയാവും. ഇവിടെ ഗേറ്റ് ഉണ്ട്, ഗേറ്റ് ഇട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ പാറക്കെട്ടുകളൊക്കെ ഇങ്ങനെ കാണാം. ആ പാറക്കെട്ടുകളിലൊക്കെ ഒരുപാട് ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് കുട്ടികളുണ്ട്. ഇവരിവിടുത്തെ ആൾക്കാരല്ല, ഇവർ കോഴിക്കോടല്ലേ പറഞ്ഞാൽ, കോഴിക്കോടിലാണ്. ഇവിടെ വെക്കേഷനിൽ ഇവിടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് വന്നതാണല്ലേ. സ്കൂൾ പൂട്ടിയ ഉടനെ വന്നോ? വന്നു. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനാകുമ്പോൾ പോവുള്ളൂ? പോവില്ലേ, സ്കൂൾ തുറക്കാറായല്ലോ അല്ലേ? ഓക്കെ. അവിടെയാണോ, കോഴിക്കോടാണോ പഠിക്കുന്നതൊക്കെ? പക്ഷേ ഇവർ രണ്ടുപേരും അവൻ ഇവിടെ ഉള്ളത്. നിൻ്റെ പേരെന്നാടാ? റിസ്വാൻ. നിൻ്റെ വീട് ഇവിടെ തന്നെ? കാരാപ്പുഴ.
ഓക്കെ നീ വിയൂണ്ട കൂടെ വന്നാണോ? ആ ശരി. നമ്മളെ പേര് വൈഗ. വൈഗ. അനിയത്തിക്കുട്ടീൻ്റെ പേരെന്നാ? വാമിക. സ്കൂളിൽ പോകുന്നുണ്ടോ അവള്? LKG കഴിഞ്ഞ് ഇനി UKG. LKG ഈ വർഷം ചേർക്കാൻ പോകണം. ആ വെരി ഗുഡ്. ചെറുമാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു 1.5-2 കിലോമീറ്ററോളം നമ്മൾ മുമ്പോട്ട് വന്നപ്പോൾ കഴമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. സ്ഥലത്തിൻ്റെ പേര് കഴമ്പ് എന്നാണ്. ചെറിയൊരു ഏരിയയാണ്. ചെറിയൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. അടുത്തൊരു ജംഗ്ഷനാണ്. ജംഗ്ഷൻ മീൻസ് ചെറിയൊരു വില്ലേജാണ്. ഇവിടെ കുറച്ച് കടകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കഴമ്പിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ. കഴമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെത്തി. ശശീന്ദ്രൻ ചേട്ടനല്ലേ പേര്? ശശീന്ദ്രൻ ചേട്ടൻ്റെ വീട് അതായിരിക്കും അല്ലേ? വീടാണ്. അപ്പോൾ ചേട്ടനെ മഴയൊക്കെ ആയപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാനുള്ള പരിപാടികളാണ്. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ ചക്ക ഉണ്ട് കേട്ടോ. പ്ലാവ് കണ്ടില്ലേ? അടിയിൽ നിന്ന് തന്നെ ഇപ്രാവശ്യം ചക്കയാണ്. ചക്ക നല്ല സീസണാണെന്ന് തോന്നുന്നു. എല്ലാം കായ്ച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ചക്ക വേണമെങ്കിൽ ശശീന്ദ്രൻ ചേട്ടനെ ബന്ധപ്പെട്ടാൽ മതി. ഇത് വഴിക്ക് വരുന്നവർക്ക് വാങ്ങി ചക്ക ഇഷ്ടം പോലെ തരും ശശീന്ദ്രൻ ചേട്ടൻ. ആനയൊക്കെ വരൂല്ലേ? വന്നിട്ടുണ്ട്. കടുവ വന്നിട്ടുണ്ട്. പുലി ഇവിടെ ഉണ്ട്. അത് ശരി. അങ്ങനെ ഇവിടെ പഴയൂർ ഫോറസ്റ്റ് ഇങ്ങനെ ബന്ധപ്പെടാണോ നിങ്ങൾ? കൃഷി എന്താ പരിപാടി? KSRTC കണ്ടക്ടറായിരുന്നു. ഇപ്പം അല്ലേ റിട്ടയർ ആയില്ലേ? എവിടെ? ബത്തേരി ഡിപ്പോ? ഓഹോ അത് ശരി. 13 വർഷം. ഇപ്പോൾ ശശീന്ദ്രൻ ചേട്ടന് പെരിന്തൽമണ്ണ ബത്തേരി അല്ലേ? അല്ല, പെരിന്തൽമണ്ണ ബത്തേരി പെരിന്തൽമണ്ണ. ആ അതെ. കൂടുതൽ എത്ര വർഷം പോയാല്? 13 വർഷം ആ റൂട്ടിൽ തന്നെ ഓടിയിരുന്നു. സുൽത്താൻ ബത്തേരി പെരിന്തൽമണ്ണ ആ റൂട്ടല്ലേ? അത് ശരി. ഇപ്പോൾ റിട്ടയർഡായി വീട്ടിലാണ്. സുഖമായിട്ട് പോകുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കഴമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കടകൾ ഇതൊക്കെയാണ്. ഇവിടെ ചേട്ടൻ്റെ ടൈലർ കടയൊക്കെ ഉണ്ട് കണ്ടില്ലേ? തുണി തയ്ക്കുന്ന കട, അതുപോലെ തന്നെ ചായക്കടകൾ ഒക്കെയുള്ള സ്ഥലമാണ്. ഇത്ര കട തന്നെ ഉള്ളൂ അവിടെ മൊത്തം? ഇത് ചായക്കടയാവുന്നല്ലേ? നിങ്ങൾ തന്നെയാ? ചായക്കടയും പലചരക്ക് കടയും. പേരെന്താ നിങ്ങളാ? രവീന്ദ്രൻ. ഓക്കെ. അപ്പോൾ രവീന്ദ്രൻ ചേട്ടൻ്റെ കടയാണത്. ഒരു പലചരക്ക് കടയും ഒപ്പം ചായക്കടയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇവിടുത്തെ സ്വദേശികളാണല്ലേ? അല്ലേ? നമ്മളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരാണ്. കൃഷിക്കാരായിരിക്കും അല്ലേ? കൃഷിയാണോ പണി? കൂലിപ്പണിക്ക് പോണോ? അത് ശരി. ഓക്കെ ഓക്കെ. സ്റ്റേഷനറി ക്ലാസ് നിങ്ങൾ തന്നെയാ? ഓ, അപ്പോൾ എൻ്റെ കഴമ്പ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള 3 കടകളും എന്താ രവീന്ദ്രനാണ് പേര്? രവീന്ദ്രൻ ചേട്ടനാണ്. അപ്പോൾ ഒരു ചായക്കടയും ഒരു പലചരക്കടയും ഇപ്പുറത്ത് കുറച്ച് പ്ലാസ്റ്റിക് ഐറ്റംസുകളൊക്കെ വെക്കുന്ന മറ്റൊരു കടയുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ഇതെന്താ ടിമ്പറാ? ഇത് ടിമ്പർ ഷോപ്പാ? അത് ശരി. പിന്നെ ഫർണിച്ചർ വർക്ക് ചെയ്യുന്നുണ്ടോ? അത് ശരി. നിങ്ങളിവിടെ ഫർണിച്ചർ അടിച്ചു കൊടുക്കുന്നുണ്ടോ? അത് ശരി. ഇപ്പോൾ ഔട്ട്ലെറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഷോറൂം പോലെ അങ്ങനെയൊന്നുമില്ല? ഓർഡറിനനുസരിച്ച് ചെയ്ത് കൊടുക്കും. എന്തെല്ലാം വർക്കും? കട്ടിലിൻ്റെ ബീറോ എല്ലാം. അത് ശരി. അപ്പോൾ ഇവിടെയുള്ള ബിസിനസ് മാത്രമാണോ അതോ പുറത്തുനിന്നുണ്ടോ? ഇവിടെ അല്ല, ഈ ലോക്കലിലുള്ള ആളുകൾക്ക് വേണ്ടി. റിസോർട്ടിൻ്റെ വർക്കുകളുണ്ടാവും അല്ലേ? കഴമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ കുറേ വീടുകളും മറ്റൊക്കെ ഉള്ളത് ഇതിലൂടെയുള്ള റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ആണുള്ളത്. കോളനി ഒക്കെ ഉണ്ട്, ST കോളനിയൊക്കെ ആയിട്ട്. ഇവിടെ കോഴിക്കട ഉണ്ട്, അടഞ്ഞുപോയി. കഴമ്പ് ചിക്കൻ സ്റ്റാൾ.
അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവസാനം നമ്മൾ ഇപ്പോൾ നമ്പിക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഇനി ഇപ്പം മഴ നിന്നുള്ളൂ. ഞാൻ ഇത്ര നേരം അവിടെയൊക്കെ വീഴുന്ന സമയത്തൊക്കെ പൊരിഞ്ഞ മഴയായിരുന്നു. ഇപ്പം മഴ ഏകദേശം നിന്നു. നമുക്ക് ഇനി പോകാൻ ഇങ്ങോട്ട് വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തവരൊന്ന് ഫോളോ ചെയ്യണേ. നമ്മൾ ഇങ്ങനെ പോകുന്നതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോസൊക്കെ അതിലിടാറുണ്ട്. പിന്നെ വേറെ കുറേ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റ് വെച്ച് ഉടനെ കണ്ടുമുട്ടാം. ബൈ.